പാക് പ്രകോപനത്തിനെതിരെ തിരിച്ചടിക്കാൻ പൂർണ്ണ അനുമതി നൽകി കരസേനാ മേധാവി. അതിർത്തികളിൽ അതീവ സുരക്ഷയാണ്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നിയന്ത്രണ രേഖകളിലടക്കം പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തിരിച്ചടി സാധ്യതയിലേക്കാണോ ഇന്ത്യ നീങ്ങുന്നത്? ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഘട്ടത്തിൽ തിരിച്ചടിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സുരക്ഷാ സേനക്ക് കരസേനാ മേധാവി നൽകിയിട്ടുള്ളത്. അതിർത്തി മേഖലകളിൽ ഇതിനോടകം തന്നെ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ചും പാക് പ്രകോപനം തുടരുകയാണെങ്കിൽ കനത്ത മറുപടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ നേരത്തെ പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിദേശ നയതന്ത്ര പ്രതിനിധികളെയും ഇന്ത്യ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും നിലവിൽ ഇപ്പോൾ ഭീകരവാദികൾ അല്ലെങ്കിൽ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന മേഖലകൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിട്ടുള്ളത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തും പ്രകോപനം തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ പാക് പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള ഒരു നിർദ്ദേശം, അതോടൊപ്പം ഇതൊരു അനുവാദമായിക്കൊണ്ട് കരസേനാ മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഈ മേഖലകളിലൊക്കെ തന്നെയും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അതിർത്തി മേഖലകളായിട്ടുള്ള പൂഞ്ച് അതോടൊപ്പം കത്തുവ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിൽ പ്രകോപനമോ അല്ലെങ്കിൽ വെടിവെക്കലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകണം. അതിന് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സുരക്ഷാ മേധാവികളുടെയോ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേഖലയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ സേന സജ്ജമാണെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ സിന്ദൂർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നാവികസേന, കരസേന അതോടൊപ്പം വ്യോമസേനയുടെ 3 സേനാംഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായിക്കൊണ്ടാണ് അത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ പ്രകോപനം നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇനിയും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇല്ല, ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും അതിർത്തി മേഖലകളിൽ ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ്. പ്രത്യേകിച്ചും ഈ ഷെല്ലാക്രമണം അടക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെയും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അതോടൊപ്പം കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം മറ്റു കരസേന ഉദ്യോഗസ്ഥർക്കും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ട സഹായങ്ങളും അതോടൊപ്പം തുടർ നടപടികളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സുരക്ഷാ മേഖലകളിലൊക്കെ തന്നെയും കനത്ത ഈ തിരച്ചിലുകളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. പാക് പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കരസേനാ മേധാവി നൽകിയിട്ടുള്ള നിർദ്ദേശം. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.